എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിനായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായിട്ട്, അതായത് മെറിറ്റ് കോട്ടയിലെയും അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള MRS എന്നുള്ള ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെറിറ്റ് കോട്ടയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ, അത് സാധാരണ എല്ലാവരും അപേക്ഷിക്കുന്നത് മെറിറ്റ് കോട്ടയിലായിരിക്കും. അപ്പോൾ അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കാണ് അപേക്ഷ സമർപ്പിച്ചത് എങ്കിൽ വിദ്യാർത്ഥികൾ MRS എന്നുള്ള ആ ഒരു ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് വിഭാഗത്തിലും ചില വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടിലും ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നുപോയാൽ എന്ത് ചെയ്യും, എങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ യൂസർ നെയിം മറന്നു പോയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അക്ഷയ വയോ ഇൻ്റർനെറ്റ് കഫേകൾ വയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിലില്ല, അതും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ. നിങ്ങൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറോ യൂസർ നെയിമോ ആണ് മറന്നുപോയതെങ്കിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ MRS എന്നുള്ള ലിങ്കിലും, അതുപോലെ നിങ്ങൾ ഈ ഒരു മെറിറ്റ് കോട്ടയുടേതാണ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അത് എസ്റ്റാബ്ലിഷ് ആപ്ലിക്കേഷൻ്റേതാണ് മറന്നുപോയിട്ടുള്ളതെങ്കിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ലിങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നോ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആ ഒരു പേജ് ഇപ്പോൾ ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ, അതായത് ഏത് ജില്ലയിലെ ആപ്ലിക്കേഷൻ നമ്പറാണോ നിങ്ങൾക്ക് അറിയാത്തത്, അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ച ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിരിക്കും. അത് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കീം, അതുപോലെ തന്നെ അതായത് SSLC സ്കീം, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ നിങ്ങളുടെ ജനന തീയതി, അതുപോലെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളത് സെൽഫ് അല്ലെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് അല്ലെങ്കിൽ അതർ, ഇങ്ങനെ 3 ഓപ്ഷനാണ് മോഡ് ഓഫ് ആപ്ലിക്കേഷൻസിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ ഏതാണ് എന്നനുസരിച്ച് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആ ഒരു പേജിൽ കാണുന്ന ഒരു ക്യാപ്ച എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ അതുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്ക്, അതായത് ഇതുപോലെ നിങ്ങൾ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ആ ഒരു ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് കൊടുക്കുക. ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്കൊരു OTP വരുന്നതിനായിട്ട് അവിടെ അടുത്ത പേജിൽ നിങ്ങൾക്ക് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട്, സ്കീം എന്ന് പറയുമ്പോൾ SSLC ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മന്ത് ഓഫ് പാസും ഇയർ ഓഫ് പാസും ഒക്കെ നിങ്ങൾ എന്താണ് കൊടുത്തത് അത് കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇയർ ഓഫ് പാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊക്കെ നൽകിയ ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ആ ഒരു സെൻഡ് OTP ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ആ ഒരു OTP നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് യുവർ ആപ്ലിക്കേഷൻ നമ്പർ ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് തരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഹോം പേജിലേക്ക് പ്രവേശിക്കുക. ഹോം പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നേരത്തെയുള്ള ആ ഒരു hscap-ൻ്റെ ആ ഒരു ഫസ്റ്റ് പേജാണ്. അപ്പോൾ ആ ഒരു പേജിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ചെറുങ്ങനെ സ്ലോ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്, കാരണം വിദ്യാർത്ഥികൾ റിസൾട്ട് പരിശോധിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ പാസ്വേഡ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ അത് റീസെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കാണ് ലോഡ് ചെയ്തിട്ട് പോവുക.
അപ്പോൾ ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കുറച്ച് സ്ലോ ആയിട്ടുള്ളത്. നേരത്തെയൊക്കെ കുറച്ച് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഈ ഒരു MRSൻ്റെ ആണോ അല്ലെങ്കിൽ SWSൻ്റെ ആണോ ഏതിൻ്റെയാണ് പാസ്വേഡ് മറന്നു പോയിട്ടുള്ളത്, ആ ഒരു ലോഗിനിൽ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ MRS ആണോ കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റേതാണോ ഏതിൻ്റെ ആണ് മറന്നു പോയിട്ടുള്ളത്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് വരും. അടുത്ത പേജിൽ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതായാലും ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ അതിനായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും വെബ്സൈറ്റിൽ അതായത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ MRSൻ്റെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതും പ്രത്യേകിച്ച് നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അതൊക്കെ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ളതോ അല്ലെങ്കിൽ MRSൻ്റെ ഏതിൻ്റെയാണ് പാസ്വേഡ് മറന്നു പോയിട്ടുള്ളത്, ആ ഒരു ലോഗിൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു പേജ് ലോഡാകുന്നില്ല. അല്പസമയം കഴിഞ്ഞ ശേഷം ലോഡാകും. അപ്പോൾ ഈ ഒരു പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് അതിൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ അവിടെ കുറച്ച് ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് ഉണ്ടാകും, അതുകൂടി നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള അതായത് ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണ് എങ്കിൽ, തെറ്റൊന്നുമില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നൽകി, കറക്റ്റ് OTP ആണെങ്കിൽ OTP നൽകി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് ഒരു തവണ കൂടി വീണ്ടും പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ബോക്സ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയില്ല വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ 8 ക്യാരക്ടേഴ്സുള്ള പേര് കൊടുക്കുക. അതായത് നിങ്ങളുടെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട പാസ്വേഡ് ഇതിനേക്കാൾ 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് അമൽ @ അതായത് ഈ ഒരു അമൽ @ 123 എന്ന് കൊടുക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ A എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, ML എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററാണ്, @ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, 123 എന്ന് പറയുന്ന നമ്പറാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നിങ്ങൾ എന്താണോ പാസ്വേഡ് കൊടുക്കുന്നത് അത് കൃത്യമായിട്ടൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അപ്പോൾ ആ ഒരു സെയിം പാസ്വേഡ് തന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 2 ബോക്സിലും സെയിം പാസ്വേഡ് തന്നെയാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ മാത്രമേ അപ്ഡേറ്റ് വർക്കാവുള്ളൂ. സെയിം അല്ല, രണ്ടും ഡിഫറൻ്റാണ് കൊടുത്തതെങ്കിൽ അവിടെ അത് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാലും അത് വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സിലും സെയിം പുതിയ പാസ്വേഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുത്ത ശേഷം അപ്ഡേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ പാസ്വേഡ് റീസെറ്റായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ പാസ്വേഡ് വിദ്യാർത്ഥികൾക്ക് അക്ഷയയിൽ നിന്നോ ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നോ നിങ്ങൾക്ക് ഒരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് തന്നിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.